അപ്പോൾ ഗൈസ് നമുക്ക് ഏത് റോളാണ് കിട്ടുകയെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമുക്കൊരു ഇമ്പോസ്റ്റർ റോളാണ് കിട്ടിയിരിക്കുന്നത്. ഈ റോളിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവിസിബിൾ ആകാൻ പറ്റും, ഇൻവിസിബിളായിട്ട് കില്ല് ചെയ്യാം. അതാണ് ഈ റോളിൻ്റെ പവർ. അപ്പോൾ നമുക്കൊരു കൂട്ടാളിയുണ്ട്. ആ കൂട്ടാളീൻ്റെ റോൾ വന്നിട്ട് ഗോഡ് ഫാദറാണ്. അതിൻ്റെ പവേഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ കില്ല് ചെയ്തിട്ട് ഇൻവിസിബിൾ ആവാം. ഞാനാദ്യം റിയാക്ടർ സാബിട്ടേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും കില്ല് ചെയ്യണം. നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുണ്ട്, പോയിട്ട് കില്ല് ചെയ്താൽ മതി. ആരാ പിന്നാലെ വരുന്നതെന്ന് അത് കാണുന്നില്ല. ഓക്കെ, നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട്. വെൻഡ് യൂസ് ചെയ്യാം, അതല്ല തൽക്കാലത്തേക്ക്. വെൻഡ് യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂട്ടാളി വേറെ ആരെയോ കൊന്നിനെന്ന് തോന്നുന്നു. ഇപ്പം ടോട്ടൽ 2 ഡെഡ് ബോഡിയായി. ഇനി നമ്മൾ ഈ മീറ്റിങ്ങിൽ നമ്മളെ സംശയം തോന്നാത്ത വീതം ഓരോന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇട്ടിട്ട് നമ്മളേത് സംശയം തോന്നുന്നത് പോലെ ആക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടിടാം. ഈ മീറ്റിംഗ് കുറച്ച് ലോങ് സമയം എടുക്കും, അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നൊരു മീറ്റിംഗാണ്. എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഇമ്പോസ്റ്ററിനെ പുറത്താക്കുന്നൊരു മീറ്റിംഗാണ്. 2000 years later. അപ്പോൾ മീറ്റിംഗ് എല്ലാം ഒരു വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിങ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വോട്ട് സ്കിപ്പ് ചെയ്യുമായത്. ഒരാൾ മാത്രം നമ്മൾ മാത്രം സിഗ്നൽ കൊടുത്ത ആളെ വോട്ട് ചെയ്ത്. അപ്പോൾ ഇത് ഫുള്ള് സ്കിപ്പായതുകൊണ്ട് ആരും പുറത്തായിട്ടില്ല. നമുക്കിനി ആർക്കും ഇനി സംശയമില്ല, ഈ കളി ജയിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം ഗൈസ്, ഗോഡ് ഫാദറിൻ്റെ റോള് കാണുന്നില്ല. നമ്മളെ കൂട്ടാളി ചത്തിനോന്ന് സംശയമില്ലാണ്ടില്ല. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഷെറീഫൊക്കെ ഉള്ളത്. അപ്പോൾ ഷെറീഫിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ ഇമ്പോസ്റ്ററിനെ കൊല്ലാൻ പറ്റും. അതാണ് ഷെറീഫിൻ്റെ പവർ. ഇമ്പോസ്റ്റർ ഡിസ്കവർ ആയി കഴിഞ്ഞാൽ അപ്പോഴും കൊന്നാൾ ഇമ്പോസ്റ്ററിനെ. കൂട്ടാളീൻ്റെ റോള് മാഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും കളിയിലുണ്ട്. എന്താണെന്ന് അറിയില്ല ശരിക്കും. ഇവിടെ പെട്രോൾ ഫില്ല് ചെയ്യുന്ന പോലെ ഡ്രാമ കളിച്ച് നിന്നിട്ട് കില്ല് ലോഡായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആരെങ്കിലും പിടിക്കണം. ഇവിടെ അടുത്താരെയും കാണുന്നില്ല. ഇവിടെ അടുത്ത് അങ്ങനെ ആരെയും കാണുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഏരിയയിലെല്ലാം ഒന്ന് പോയി നോക്കണം, അങ്ങനെ ആരെയും കിട്ടും. ഇവിടെ നിന്നില്ല. ഗൈസ്, ഒരു ബ്രൗൺ പോകുന്നുണ്ട്. അവന് കില്ല് ചെയ്യാമായിരുന്നു, പക്ഷെ കുറച്ച് സ്പീഡിൽ നടന്നു പോയതുകൊണ്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇനി വേറെ ആൾക്ക് ഈ സ്റ്റോറേജ് റൂമിൽ ഇലക്ട്രിക് റൂമിൽ പോയി നോക്കേണ്ട ആവശ്യമുണ്ട്. ഇലക്ട്രിക് റൂമിലാണ് കൂടുതൽ ആൾക്കാർ ഒറ്റയ്ക്ക് ഉണ്ടാവുക. ഒരു പശു ഉണ്ട്, ഇതിൽ കൊന്നാണ്. ഓക്കെ, ഇലക്ട്രിക് റൂമിൽ ഒരുത്തനെ കൊന്ന്. നമുക്ക് പുറത്തിറങ്ങാം ഗൈസ്. ഇത് ഏത് വെൻ്റ് വഴി ഇറങ്ങും?